ഗൈസ്, ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 1 കാണാത്തവർ അത് പോയി കാണുക. ഞാൻ ആ ടൈം ക്ലോക്കിലോട്ട് നോക്കിയപ്പോൾ 3 മണിയായിരുന്നു. ഈ സമയത്ത് ആരാണിങ്ങനെ ഒറ്റക്ക് പോകുന്നതെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ ഞാൻ നോക്കുമ്പോഴേ അയാൾ എന്നെ നോക്കി നിൽക്കുന്നു. ഞാൻ അയാളെ കണ്ടെന്ന് തോന്നിയതുകൊണ്ടാണെന്ന് തോന്നുന്നു അയാൾ നോക്കി നിന്നത്. അതോ വേറെ എന്തെങ്കിലും ആണോന്നും അറിയില്ല. ഞാൻ പെട്ടെന്ന് തന്നെ പേടിച്ച് വിൻഡോയുടെ കേർട്ടൻ ക്ലോസ് ചെയ്തു കിടന്നു. പക്ഷെ എന്നിട്ടും എനിക്ക് എന്തോ സമാധാനം ഉണ്ടായില്ല. ഞാൻ ഒന്നുകൂടെ കേർട്ടൻ മാറ്റി നോക്കി. അപ്പോ അയാളെ ഞാൻ അവിടെ ഒന്നും കണ്ടില്ല. അയാളുടെ രൂപം എനിക്ക് ഓർമ്മയുണ്ട്. വളരെ നീളമുള്ള ശരീരം, പക്ഷേ തല കുറച്ച് ഒറ്റവശത്തേക്ക് തിരിഞ്ഞതുപോലെ. മുഖം വ്യക്തമായി കണ്ടില്ല, കാരണം നല്ല ഇരുട്ടായിരുന്നു. ഞാൻ വീണ്ടും കിടന്നു. കണ്ണടച്ചു കിടക്കാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോ വീട്ടിന്റെ പുറത്ത് ചെറിയൊരു ശബ്ദം കേട്ടു. ജനലിന് പുറത്തുനിന്ന് എന്റെ ശ്വാസം നിൽക്കുന്നത് പോലെ തോന്നി. ഞാനൊന്നും മൈൻഡ് ചെയ്യാതെ കിടന്നു. വീണ്ടും ഇത്തവണ കുറച്ച് ശക്തമായി. ഞാൻ ധൈര്യത്തോടെ വിൻഡോയിലോട്ട് നോക്കി. ഞാൻ പതുക്കെ എഴുന്നേറ്റ് അതിന്റെ അടുത്തേക്ക് നടന്നു. കേർട്ടൻ മാറ്റി നോക്കി. പുറത്തുനിന്ന് ഒരു സൗണ്ട്, അതും വളരെ പേടിപ്പിക്കുന്നതായിരുന്നു. എന്റെ ശരീരം മുഴുവൻ അപ്പൊ തണുത്ത വിറക്കാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് കേർട്ടൻ തുറന്നു. പുറത്ത് ആരുമില്ല. പക്ഷേ വിൻഡോ ഗ്ലാസിൽ എന്റെ റീഫ്ലക്ഷന്റെ പിന്നിൽ ആരോ നിൽക്കുന്നുണ്ടായിരുന്നു.